ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോമോസ് റെസിപ്പിയാണ്. മോമോസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്നാക്സാണ്. എന്നാലും എൻ്റെ രീതിയിൽ എൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചോപ്പറിൽ ചെറുങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. നമുക്ക് മസാലക്ക് സവാള ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഞാൻ എല്ലില്ലാത്ത ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് മസാല പൗഡർ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. ഇതുപോലെ ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് മൈദ വേണം. ഞാനിവിടെ 1.5 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ മൈദക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഉറുമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ, ഇപ്പം അധികം കിട്ടുന്ന മൈദക്ക് ഉണ്ടാവലുണ്ട്. ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം 1.5 കപ്പ് മൈദക്ക് കറക്റ്റാണ്. ഇനി ഇതുപോലെ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം ആളും മോമോസ് പച്ച ചിക്കൻ ഒന്ന് അരച്ചിട്ട് നമ്മൾ ഈ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അധികം ആളും മോമോസ് ഉണ്ടാക്കാറ്. ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഇതുപോലെ മസാല ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ മോമോസ് ഉണ്ടാക്കൽ. ഒന്നും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പം നമുക്ക് മൈദ ഒന്ന് നല്ലോണം മാവ് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് 4 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് നേർങ്ങനെ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ 4 ബോൾസും ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം. ഞാൻ അതേ പാനിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. സവാളയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണക്ക ഇടിച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് നല്ലോണം ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ തന്നെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കാം. ഇനി നമുക്കിതാ ഇതുപോലെ പരത്തിയെടുത്തതിൽ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതാ പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് നമുക്ക് മോമോസ് എടുക്കാം. ഇതുപോലെ മടക്കി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്യുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതുപോലെ മോമോസ് എല്ലാം നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റേ വേണ്ടൂ മോമോസ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. കുട്ടികൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് സ്റ്റീം ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സോസൊക്കെ കൂട്ടി തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്.
ഇൻഷാ അല്ലാഹ് അടിപൊളി റെസിപ്പി വേറെ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. ബൈ.